മക്കളെ, ആദ്യം നമുക്ക് ക്രിസ്മസ് ട്രീ തന്നെ നോക്കിക്കളയാം. മാമ, ഞങ്ങളാണ് ഈ ക്രിസ്മസ് ട്രീ വേണമെന്ന് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും ഈ ക്രിസ്മസ് ട്രീ ഞങ്ങൾ വിട്ട് തരില്ല. അതെ മക്കളെ, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം. മാഡം, ഇത് ഈ കസ്റ്റമറെ വേണോന്ന് പറഞ്ഞത്, അത് അവർക്ക് തന്നെ കൊടുത്തേക്കാം. മാഡത്തിന് വേണമെങ്കിലേ ഞങ്ങൾ നാളെ തന്നെ ഞങ്ങളുടെ ഹെഡ് ഓഫീസിലെ ഗോഡൌണിൽ പോയി എടുത്തിട്ട് വരാം. ഹോം അഡ്രസ്സ് എന്നാ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. അങ്ങനെ തന്റെ സൗകര്യം നോക്കിയിട്ടല്ല താൻ എനിക്ക് ഡെലിവറി ചെയ്യേണ്ടത്, മനസ്സിലായോ? എനിക്ക് ഇപ്പൊ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ 3 ഇരട്ടി പണം പേ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓ, ഇതിപ്പോ എന്താ ചെയ്യാ? ആരും ഒന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ലല്ലോ. മാഡം, ഒരു മിനിറ്റ്, ഇതേപോലത്തെ തന്നെ ഞാൻ ഗോഡൌണിലുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. മമ്മി, എനിക്ക് ഗോഡൌണിലുള്ളത് വേണ്ട, എനിക്ക് ഈ ക്രിസ്മസ് ട്രീ തന്നെ മതി. ഗോഡൌണിലുള്ളത് അയാൾ കൊണ്ടുവന്ന് ഈ കുട്ടികൾക്ക് കൊടുക്കട്ടെ. ഈ ഇരിക്കുന്ന ക്രിസ്മസ് ട്രീ മാത്രമേ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകൂ. മോളെ, അതിന് നീ എന്തിനാ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? കുണുക്കി, നീ എന്നോട് സംസാരിച്ച് പോകരുത്, കേട്ടല്ലോ? ഞങ്ങൾ സെയിൽസ്മാനോടാണ് സംസാരിക്കുന്നത്. അയാളുടെ കയ്യിലാണ് ഞങ്ങൾ കാശ് കൊടുക്കുന്നത്. നിനക്ക് നാണയില്ലേ കുട്ടി? ഞങ്ങൾ സെലക്ട് ചെയ്തത് ആവശ്യപ്പെടാൻ? എന്തോരം ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ. ഞങ്ങൾ എത്ര നേരം നോക്കിയിട്ടാണെന്ന് ഞങ്ങൾക്ക് അത് ഇഷ്ടമായത്. വെറുതെ സ്റ്റുപ്പിഡിറ്റി പറയാതെ നീതു മോളെ, ഇത്രയും വലിയ ക്രിസ്മസ് ട്രീ വെക്കാനുള്ള വീടൊന്നും നിങ്ങൾക്കില്ല. ഒരു ചെറിയ വീടല്ലേ, അതിനിതൊന്നും ആവശ്യമില്ല. ടീയക്കുട്ടിയുടെ വീട് നീ കണ്ടിട്ടില്ലേ? ബംഗ്ലാവാണ്, ബംഗ്ലാവ്. അതിന് പറ്റിയതാ ഈ ക്രിസ്മസ് ട്രീ. അതുകൊണ്ട് നീ വായടച്ചോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി കുണുക്കി? മൈൻഡ് യുവർ വേർഡ്സ് പിള്ളേരെ. അത് ആന്റിയുടെ മോളോട് പറ, അവളെ ഇത്തിരി മാനേഴ്സ് പഠിപ്പിക്കൂ. ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? വളരെ മോശം. മക്കളെ, എന്തായി? ക്രിസ്മസ് ട്രീ നോക്കിയിട്ട് കിട്ടിയോ? താനെന്താടോ നോക്കി നിൽക്കുന്നേ? വേഗം ഈ വലിയ ക്രിസ്മസ് ട്രീ പാക്ക് ചെയ്യൂ. അച്ഛാ, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്താ മോളെ പ്രശ്നം? ഞങ്ങൾ സെലക്ട് ചെയ്ത ക്രിസ്മസ് ട്രീ തന്നെ ഈ ടീയക്കുട്ടിക്ക് അവളുടെ അമ്മക്കും വേണം. അവർ അനാവശ്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് തല്ലുപിടുത്തത്തിന് വരുവാ. സോറി മാഡം, ഞാൻ ഓണറിനോട് സംസാരിച്ചു. ഓണർ പറഞ്ഞത് എല്ലാ കസ്റ്റമറും ഒരുപോലെയാണ്. ആദ്യം സെലക്ട് ചെയ്തവർക്ക് തന്നെ സാധനം കൊടുക്കാനാണ്. അതുകൊണ്ട് മാഡത്തിന് ഈ ക്രിസ്മസ് ട്രീ തരാൻ കഴിയില്ല. യു ബ്ലഡി, താനെന്താടോ ഞങ്ങളെ കളിയാക്കുവാണോ? സാധനം തരാന്ന് പറഞ്ഞ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട്. മാം, എന്തോരം ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. അതിൽ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്തൂടെ? എന്താണിത്? ഒരു ക്രിസ്മസ് ഒക്കെ നല്ല ദിവസമല്ലേ, ഇങ്ങനെ തല്ലുപിടിക്കണേ എന്തിനാ? അവർക്ക് വേണമെങ്കിൽ ആ ക്രിസ്മസ് ട്രീ കൊടുത്തോളൂ, ഞങ്ങൾ വേറെ എടുത്തോളാം. അച്ഛാ, അച്ഛാ, അത് പറ്റില്ല. എന്റെ 4 മക്കളും അച്ഛൻ പറയണ കേക്ക്. ക്രിസ്മസും ഓണവും ആഘോഷങ്ങളെല്ലാം സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിത് വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യണം മക്കളെ. അച്ഛാ പ്ലീസ്. അച്ഛൻ പറയണത് കേക്ക് മക്കളെ. അച്ഛന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുത്തേക്കൂ. ടീയക്കുട്ടി അമ്മയും ഈ ക്രിസ്മസ് ട്രീ തന്നെ എടുത്തോളൂ. ആ ക്രിസ്മസ് ട്രീ ഞങ്ങൾക്ക് ഇനി വേണ്ട. ആരുടെ ഔദാര്യം കൈപ്പറ്റുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇതിലും വലുത് വേണമെങ്കിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ഞങ്ങളുടെ വീട്ടിൽ വെക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താ മാഡം ഇങ്ങനെ? മാഡത്തിനെ കണ്ടല്ലേ ഈ കുട്ടിയും പഠിക്കുന്നത്. ഒരാൾ സന്തോഷത്തോടെ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? നിങ്ങൾ പറഞ്ഞതായിരുന്നു മക്കളെ ശരി. ആ ക്രിസ്മസ് ട്രീ നമ്മൾക്ക് തന്നെ എടുക്കാം. ഇവർക്കത് കിട്ടാൻ ഒരു അർഹതയില്ല. വിഷമിക്കാതെ ടീയക്കുട്ടി, ഇനി എത്ര കാര്യങ്ങളുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ അവർ വാങ്ങിയെന്നും പറഞ്ഞ് നമ്മുടെ ക്രിസ്മസ് ഒന്നും ഇല്ലാതായി പോകുന്നില്ലല്ലോ. വേഗം വാ, നമുക്കിനി ഒരു ബിഗ് സ്റ്റാർ വാങ്ങണം. ഈ മാളിലെ ഏറ്റവും വലിയ സ്റ്റാർ നമുക്ക് തന്നെ സ്വന്തമാക്കണം. ഓ, എന്തൊരു സ്ത്രീയാ ഇവരെ. അച്ഛാ, അവള് പറഞ്ഞു കേട്ടില്ലേ? അവര് സ്റ്റാറിന്റെ അടുത്തേക്കാ പോയത്. ഈ കടയിലെ ഏറ്റവും വലിയ സ്റ്റാർ അവര് വാങ്ങും. അച്ഛാ, വേഗം ട്രീ പാക്ക് ചെയ്യാൻ പറ, നമുക്കും വേണം സ്റ്റാർ. അവര് വാങ്ങണമെങ്കിൽ വാങ്ങട്ടെ, നമ്മൾ മത്സരിക്കാനൊന്നും നിൽക്കണ്ട. ഇത് വേഗം പാക്ക് ചെയ്ത് കാറിലേക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർ എടുക്കാൻ പോവാം. ഗുഡ് ഈവനിങ് മാഡം, എന്താ വേണ്ടത്? വരൂ മാഡം. ക്രിസ്മസ് ഡെക്കറേഷൻ, സ്റ്റാറും ഹാങ്ങിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. ക്രിസ്മസ് കേക്കും മാഡത്തിന് ഏതാ വേണ്ടത്? ക്രിസ്മസ് സ്റ്റാർ വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് സാധാരണ ക്രിസ്മസ് സ്റ്റാർ പോരാ, ഒരു അടിപൊളി ഏറ്റവും വലുതായിട്ടുള്ള ക്രിസ്മസ് സ്റ്റാർ വേണം. തീർച്ചയായും മാഡം, ഒത്തിരി ക്രിസ്മസ് സ്റ്റാറിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഞാനിപ്പോ എടുത്തിട്ട് വരാം. അവിടെ നിന്നേ അങ്കിളെ. യെസ്, എന്താണ് മോളെ പറയൂ, എങ്ങനത്തെ സ്റ്റാറാ മോക്ക് വേണ്ടത്? ഒത്തിരി സമയമൊന്നും എടുക്കരുത്, ഒരുപാട് വെറൈറ്റീസും എടുത്തോണ്ട് വരണ്ട. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ സ്റ്റാർ മാത്രം എടുത്തിട്ട് വന്നാൽ മതി. അതെ അതെ, ഏറ്റവും വലുതും വില കൂടിയതുമായിട്ടുള്ള സ്റ്റാർ മാത്രം കൊണ്ടുവന്നാൽ മതി. ഓഫ് കോഴ്സ് മാഡം, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. മമ്മി, ക്രിസ്മസ് ട്രീ വാങ്ങിക്കഴിഞ്ഞവർ നേരെ ഇങ്ങോട്ട് ഇപ്പം എത്തും. അവർ വരുന്നതിന് മുമ്പേ നമുക്ക് നല്ല വലിയ സ്റ്റാർ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാലേ ചിലപ്പോൾ അവരത് എടുത്തോണ്ട് പോകും. അവരത് ബില്ലാക്കി പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളിവിടുത്തെ ഏറ്റവും അടിപൊളി സ്റ്റാർ എടുത്തിട്ടുണ്ടാവും. മാഡം, ഇതാണ് ഈ കടയിലെ ഏറ്റവും ബിഗ് ആൻഡ് എക്സ്പെൻസീവ് സ്റ്റാർ.
നോക്ക് മമ്മി, ഗോൾഡൻ സ്റ്റാർ. ടീയക്കുട്ടി, നീ ഇത് കണ്ടോ? ഈ സ്റ്റാർ അവരുടെ ട്രീയുടെ മുകളിലുണ്ട് പൊക്കം. എന്തൊരു ഭംഗിയാ! നമ്മുടെ മുറ്റത്ത് തന്നെ ഇത് വെക്കണം. മാം, ഇതേപോലെ ഇത്രയും വലിപ്പമുള്ള 1-2 സ്റ്റാർ ഞങ്ങൾ എടുക്കാറുള്ളൂ. പക്ഷെ അത് സെയിൽ ആകാറില്ല, ആരും തന്നെ വാങ്ങാറില്ല. മാം ഇത് വാങ്ങിയാൽ മാമിന്റെ വീടൊന്ന് മാറി നിൽക്കും. അത് തന്നെയാണ് എൻ്റെ ആവശ്യം. എല്ലാവരും വാങ്ങാത്ത സാധനങ്ങൾ വേണം ഞങ്ങളുടെ വീട്ടിൽ വെക്കാനായിട്ട്. എന്തായാലും ഇത് പാക്ക് ചെയ്തോളൂ. ആ കുട്ടികളെ, വരൂ വരൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ക്രിസ്മസ് ഡെക്കറേഷനോ സ്റ്റാറോ? ഹായ് ഗോൾഡൻ സ്റ്റാർ. ഹായ് ഗോൾഡൻ സ്റ്റാർ എന്ന് പറഞ്ഞ് കണ്ടു കൊതിച്ചോ കേട്ടോ. അത് ഞങ്ങൾ വാങ്ങി, നിങ്ങൾക്ക് അതിന് കിട്ടില്ല. മക്കളെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല, നിങ്ങളുടെ കൂടെ ആരും വന്നില്ലേ? അങ്കിൽ, അച്ഛൻ ക്രിസ്മസ് ട്രീ കാറിലെടുത്ത് വെക്കാൻ പോയതാ. ഞങ്ങളോട് സ്റ്റാറും ഡെക്കറേഷന്റെ ഐറ്റംസ് നോക്കിക്കോളാൻ പറഞ്ഞു. താൻ ഞങ്ങൾ വാങ്ങിയ ക്രിസ്മസ് സ്റ്റാർ ആദ്യം വാങ്ങി പാക്ക് ചെയ്യാൻ നോക്കൂ. എന്നിട്ടാകാം ഈ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത്. ആദ്യം വന്നത് ഞങ്ങളല്ലേ? തീർച്ചയായും മാഡം. നിങ്ങളുടെ ഞാൻ പാക്ക് ചെയ്യാൻ സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്, ഇപ്പൊ ബില്ലടിച്ച് തരാട്ടോ. ചേട്ടാ, ഒരു ക്രിസ്മസ് സ്റ്റാർ വേണം. ഒത്തിരി വലുതൊന്നും വേണ്ട, പക്ഷെ അത് വെറൈറ്റി ആയിരിക്കണം. അത് തന്നെ, എപ്പോഴും കാണുന്ന മോഡലൊന്നും വേണ്ട. ഒന്ന് കാണിക്കാവോ? അതിനെന്താ മക്കളെ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഈ സ്റ്റാർ മതിയോ? ഇതിങ്ങനെ DJ ലൈറ്റ് പോലെ കത്തിക്കൊണ്ടിരിക്കും. പുതിയ മോഡലാ. ഇത് വേണ്ടെങ്കിലേ, ഒരു ഭംഗിയില്ല. ഇതായാലോ? ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് തൂക്കിടാൻ പറ്റുന്നതാ. നല്ല ഭംഗിയായിരിക്കും. അങ്കിൾ, ഇത് തീരെ ചെറുതായി പോയി. എത്ര നോക്കിയാലും നിങ്ങൾക്ക് പൊട്ട മാത്രമേ കിട്ടൂ എന്റെ നീതുമോളെ. എങ്കിൽ ഇതായാലോ? ഇത് ഗ്രീൻ സ്റ്റാറാ. കണ്ടില്ലേ? പുതിയ മോഡലാ. നടുക്ക് ഇങ്ങനെ തുറന്നു വരും. കറണ്ടിൽ കുത്തിയാൽ മതി, ഇല്ലെങ്കിൽ ബാറ്ററിയും ഇടാം. തുറന്നു വന്നിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന മ്യൂസിക്കും കേൾക്കാം. ഇതേ തുറന്നു വരുന്ന സ്റ്റാർ. അതിന്റെ ഉള്ളിൽ ക്രിസ്മസ് ബെൽ ഉണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് മോളെ, ഇതെടുത്തോ. ഇങ്ങനത്തെ ആരും തൂക്കി കാണാൻ വഴിയില്ല. ഇത് മതി അങ്ങളെ. മമ്മി, അവരുടെ സ്റ്റാർ നോക്ക് മമ്മി. എടോ സെയിൽസ്മാനെ, താൻ എന്താടോ ഈ സ്റ്റാർ ഞങ്ങളെ കാണിക്കാതിരുന്നത്? മാഡം അല്ലേ പറഞ്ഞത് ഇവിടത്തെ ഏറ്റവും വില കൂടിയതും വലിപ്പമുള്ളതും മാത്രം കാണിച്ചാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ സ്റ്റാർ കാണിച്ചേ. ഇതിനത്ര വിലയൊന്നുമില്ല, പിന്നെ വലിപ്പവും ഒരുപാട് വലുതല്ലല്ലോ. എന്ത് കുട്ടി, ഈ സ്റ്റാർ കേട്ടപ്പോ നീ കൊതിച്ചു പോയോ? കൊതിച്ചിട്ട് ഇനി പ്രയോജനമൊന്നുമില്ല ചേട്ടാ. ഈ സ്റ്റാർ പാക്ക് ചെയ്തോ. ഓക്കെ മക്കളെ, ഇപ്പൊ പാക്ക് ചെയ്ത് തരൂ കേട്ടോ. മക്കളെ, വേറെ എന്തെങ്കിലും വേണോ? അങ്കിളെ, ഞങ്ങള് വലിയൊരു ക്രിസ്മസ് ട്രീയാ വാങ്ങിയേക്കണേ. അതുകൊണ്ട് അതിൽ തൂക്കാനേ ഒത്തിരി ക്രിസ്മസ് ഡെക്കറേഷൻസ് വേണം. എല്ലാം എടുത്തോ. മക്കളെ, ട്രീയിൽ തൂക്കാൻ ഈ ഒരു ചൈനീസ് ലൈറ്റ് ബെസ്റ്റാ. രാത്രി നല്ല തിളക്കായിരിക്കും. നല്ല ഭംഗിയുണ്ട്. ഇത് പാക്ക് ചെയ്തോ അങ്കിളെ. അത് 2 ഞങ്ങൾക്കും കൂടി തന്നേക്ക്. ഞങ്ങളും വാങ്ങുന്നുണ്ട് വലിയ ക്രിസ്മസ് ട്രീ. മക്കളെ, ഇതും കൂടി വാങ്ങിക്കോ. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഇത് ബെസ്റ്റ് ആയിരിക്കും. എടോ, അത് 2 ഞങ്ങൾക്കും കൂടി എടുത്തോ. ഓക്കെ മാഡം. കൊള്ളാലോ ഇവര്. ഇന്ന് എന്തായാലും കടയിൽ കുറച്ച് കച്ചവടം കിട്ടും. ഈ ലൈറ്റ് എടുക്കട്ടെ മക്കളെ. ഇത് പുതിയ തരം ലൈറ്റാ. ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇടാം. എടുത്തോ അങ്കിളെ. ഞങ്ങൾക്കതൊരു 4 വേണം. ഇവരെക്കാളും 4 ഇരട്ടി വലുതായിരിക്കും ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരതിന് ഇരട്ടി പറയാനിരിക്കുവാൻ ഇത് മോളെ. ഇവർക്കിട്ടൊരു പണി കൊടുക്കാം. അത് എങ്ങനെയാ ചേച്ചി? അതൊക്കെ നീ കണ്ടോ. ഈ ക്രിസ്മസ് ബോൾ എടുക്കട്ടെ മക്കളെ. എടുക്കടോ, ഞങ്ങൾക്കതൊരു 6 വേണം. അങ്കിളെ, ഇവിടെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓരോന്ന് വീതം ഞങ്ങൾക്ക് എടുത്തോ. അതിന്റെ എല്ലാം ഒരു 2, 3, 4 സെറ്റ് വീതം ഞങ്ങൾക്കും വേണം. ഇതെന്താ മക്കളെ ഇവരിങ്ങനെ? അങ്കിൾ പ്ലീസ് അങ്കിൾ, എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. എന്താ മോളെ, പതിയെ പറഞ്ഞോ. ഞങ്ങൾക്ക് ആ ക്രിസ്മസ് സ്റ്റാർ മാത്രം മതി. പക്ഷെ ഞങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നതായിട്ട് പറയാം. എന്നാലല്ലേ ഇവർ ഞങ്ങളുടെ 2 ഇരട്ടി എടുക്കൂ. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ആ ക്രിസ്മസ് സ്റ്റാർ വാങ്ങി മാത്രം പോകാം. അങ്കിളിന് ഇവരുടെ സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്ത് കൊടുത്തോ. ഇവരുടെ കാശും കിട്ടും. എനിക്ക് തോന്നി ഇവരുടെ അഹങ്കാരത്തിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന്. എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ആ സ്റ്റാർ മാത്രം പാക്ക് ചെയ്ത് തരാം. എന്താണോ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? വേഗമെല്ലാം പാക്ക് ചെയ്ത് ബില്ലടിച്ചിങ്ങ് തരൂ. ഞങ്ങൾക്ക് കൊണ്ടുപോകണം. ഇവര് പറഞ്ഞ എല്ലാ സാധനത്തിന്റെ 4 സെറ്റ് വേഗം കൂടുതൽ ഞങ്ങൾക്ക് വേണം. ഓക്കെ മാഡം, ഇപ്പൊ എടുത്തോണ്ട് വരാം. ബില്ലും തരാം. 2 പേരുടെ ബില്ലുകൾ ഇന്നാ. നോക്കട്ടെ അങ്കിളെ. താങ്ക് യു അങ്കിളെ. ഞാൻ പറഞ്ഞില്ലേ ടീയ മോളെ, അവരെല്ലാം അടിപൊളി നമ്മുടെ ആയിരിക്കുമെന്ന്. കണ്ടില്ലേ, അവർക്കൊരു ചെറിയ ബില്ല, നമ്മൾക്ക് ആ വലിയ ബില്ല്. അവര് വാങ്ങിയിരിക്കണതിന്റെ എല്ലാ സാധനത്തിന്റെ 4 ഇരട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ മക്കളെ, നിങ്ങളുടെ സ്റ്റാർ ഇന്നാ 600 രൂപ. മാഡം, നിങ്ങൾ ഒത്തിരി സാധനങ്ങൾ ഓർഡർ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ പാക്ക് ചെയ്ത് നേരെ ഞങ്ങൾ കാറിലേക്ക് വെക്കാൻ കേട്ടോ. മാഡത്തിന്റെ ബില്ല് 20,000 രൂപ. എന്താടോ, നിങ്ങൾക്ക് തെറ്റിപ്പോയോ? അവർക്ക് 600, ഞങ്ങൾക്ക് 20,000. അവരെടുത്തതിന്റെ ഇരട്ടി സാധനങ്ങൾ ഞങ്ങൾ എടുത്തില്ലേ? അവർക്ക് എങ്ങനെയും ഒരു 10,000 രൂപ ബില്ല് വരേണ്ടതാണല്ലോ. മാഡം, അവർ ഈ സ്റ്റാർ മാത്രം എടുത്തോളൂ. വേറെ എല്ലാവരും ക്യാൻസൽ ചെയ്തു. എന്തേ മാഡം, ഞങ്ങളോട് മത്സരിച്ചെടുത്തിട്ട് ഇപ്പൊ അതൊന്നും വേണ്ടേ? 20,000 രൂപ അടക്കൂ. നിങ്ങൾ പണക്കാരല്ലേ? നീ എന്നെ കളിയാക്കുവാണോടി? ഞങ്ങൾ ആരെയും കളിയാക്കിയതല്ല. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ഓണം ആഘോഷങ്ങളൊക്കെ മത്സരിക്കാനുള്ളതല്ലെന്ന്. മാഡത്തിന് നാണയില്ലേ ഇത്രയും വലുതായിട്ട് ഞങ്ങൾ കുട്ടികളോട് മത്സരിക്കാൻ? മമ്മി, ഇവര് നമ്മളെ പറ്റിക്കുമായിരുന്നു. നമ്മൾ വാങ്ങിയ സാധനങ്ങളും ക്യാൻസൽ ചെയ്യും മമ്മി. 1-2 സാധനമല്ലല്ലോ, 10-20,000 രൂപയുടെ സാധനങ്ങളല്ലേ നിങ്ങൾ വാങ്ങിയത്. ഇനി അത് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അവരത് പൊട്ടിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കാറിലേക്ക് വെക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ആ ബില്ലിനി അടച്ചോ. മക്കളെ, അച്ഛാ, നല്ല അടിപൊളി ക്രിസ്മസ് സ്റ്റാർ കിട്ടി. ആഹാ, കൊള്ളാലോ. എന്നാ ബില്ലിങ്ങോട്ട് ഇതാ. അച്ഛൻ അടക്കട്ടെ. എന്നിട്ട് നമുക്കിനി ക്രിസ്മസിനുള്ള ഡ്രസ്സും കൂടി വാങ്ങാൻ പോകാം.
ടീയക്കുട്ടി ഞങ്ങൾ ഇനി ക്രിസ്മസിനുള്ള ഡ്രസ്സ് വാങ്ങാൻ പോകുക. മത്സരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിലേ നീ ഞങ്ങളെ കൂടി ടെക്സ്റ്റൈലിലേക്ക് വാ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. അഹങ്കരിക്കേണ്ടി പിള്ളേരെ, നിങ്ങൾക്കിട്ട് എല്ലാവർക്കിട്ട് ഞങ്ങളൊരു പണി തരുന്നുണ്ട്. എൻ്റെ മോളെ മണ്ടനാക്കിയിട്ട് നീയൊക്കെ ഇവിടെ വാഴാന്ന് കരുതണ്ട. ടെക്സ്റ്റൈൽ ഷോപ്പെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടെ വെച്ച് നിങ്ങളെ ഞാൻ നാണം കെടുത്തിരിക്കും. നമുക്ക് കാണാം മാഡം.